ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. എപ്പോഴേ അതിനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ വീഡിയോ ഇടുന്നത് ചിലപ്പോൾ നോമ്പ് തുടങ്ങിയിട്ടായിരിക്കും കേട്ടോ. കാരണം ഇത് മണാലിയിൽ നിന്ന് വന്ന് ഫസ്റ്റ് വ്ലോഗ് ഇട്ടതിന് ശേഷം തന്നെ ഇടണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ അതിന് ശേഷം ഞാൻ മംഗള വീട്ടിലായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. ഞാൻ ഇന്നലെ വന്നിട്ടുള്ളൂ. അപ്പം എല്ലാവരും നിരന്തരമായിട്ട് ചോദിച്ചൊരു കാര്യമായിരുന്നു എനിക്ക് പോകാനുള്ള എക്സ്പെൻസ് എത്രയാണ് ആയതെന്നുള്ളത് കേട്ടോ, ഈ മൊത്തം മണാലി ട്രിപ്പിൻ്റെ. അപ്പം ആ വീഡിയോ കൂടി ചെയ്താലാണ് ഈ മണാലി സീരീസ് ഒന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ റംദാൻ ബ്ലോഗിലേക്ക് കിടക്കാം. അപ്പത്തിനും നാളെ മുതൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നോമ്പ് ഞാൻ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ഈ ഒരു വീഡിയോ ആയിരിക്കും. അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇപ്പം ഞാനിവിടെ ഇരിക്കാൻ കാരണം എൻ്റെ ഡ്രസ്സ് മുഴുവൻ ഇവിടെ ഞാൻ മങ്കട പോയപ്പോൾ വെച്ച് വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷ് ചെയ്ത് തിരിച്ച് അതേ പെട്ടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് അതിൽ അൺപാക്ക് ചെയ്തിട്ട് ഞാൻ ഇതുപോലത്തെ സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനത്തെ കവറിലാണ് ഡ്രസ്സുകൾ സൂക്ഷിച്ച് വെക്കാറില്ല. അപ്പോൾ ഇങ്ങനത്തെ സിപ്പ് ലോക്കുള്ള കവറുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇങ്ങനത്തെ സ്വെറ്റേഴ്സും വൂളൻ ക്ലോത്ത്സും ഒന്നും നമുക്ക് ഇപ്പോഴൊന്നും ആവശ്യമില്ലല്ലോ. അപ്പം ഇനി എന്തെങ്കിലും ട്രിപ്പ് പോകുമ്പോഴാണ് ഇതൊക്കെ ആവശ്യം. അപ്പം ഇതൊക്കെ ഞാൻ ഇതുപോലെ പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഈ ട്രിപ്പ് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് യാത്രകൾ പോകണമെന്ന്. അതേപോലെ തന്നെ ഈ ട്രിപ്പ് നല്ല സക്സസ് ആയിരുന്നു. അപ്പം ഇനിയും ഒരുപാട് യാത്രകളൊക്കെ പോകണം. അപ്പോഴൊക്കെ നമുക്കിത് യൂസ്ഫുൾ ആവും. കാരണം ഇപ്പം കുറച്ച് പൈസ ചിലവാക്കി ഇങ്ങനത്തൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ കയ്യിൽ ഇല്ലല്ലോ ഇങ്ങനത്തെ ക്ലോത്ത്സ് ഒന്നും. നമ്മളുടെ കുഞ്ചൂസിൻ്റെ പെട്ടിയായിരുന്നു ഇത്. അപ്പോൾ ഇതൊക്കെ അൺപാക്ക് ചെയ്തിട്ട് തിരിച്ച് പെട്ടി തന്നെ കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ കൂടി വേണ്ടിയിട്ട് ഇരുന്നാണ് കേട്ടോ ഞാനിവിടെ. ഇത് കൂടി കാണിച്ചു തരാം അതിൻ്റെ കൂട്ടത്തിൽ. ഇത് ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ന്യൂഡിൻ്റെ സ്പ്രേകളാണ് കേട്ടോ, പെർഫ്യൂംസ് ആണ്. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം ഞാൻ ഈടൊക്കെയായിട്ട് നല്ല നല്ല പെർഫ്യൂംസ് വാങ്ങിക്കാറുണ്ട്. എനിക്ക് സ്ഥിരമായിട്ട് കുറച്ച് പെർഫ്യൂംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് മാത്രമേ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അതും പുറത്തുനിന്ന് കൊണ്ടുവരുന്നതായിരുന്നു. ഇക്കൊക്കെ വരുമ്പോൾ പണ്ട് വാപ്പ കൊടുത്തിരുന്നത്. അങ്ങനത്തെ കുറച്ച് പെർഫ്യൂംസാണ് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളത്. കാരണം അവിടുന്ന് കൊടുക്കുന്ന പെർഫ്യൂമൊക്കെ നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നി. ഇവിടുന്ന് വാങ്ങിക്കുന്ന പെർഫ്യൂം കാണാം, അത് അടിക്കുമ്പോഴുള്ള സ്മെല്ലുള്ളൂ, പിന്നെ അത് ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് പെർഫ്യൂംസ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ട്രൈ ചെയ്യും കേട്ടോ എപ്പോഴും. ന്യൂഡ് പിന്നെ എനിക്ക് കുറേ ആയിട്ട് അറിയുന്നൊരു ബ്രാൻഡാണ്. അപ്പം ന്യൂഡിൻ്റെ പെർഫ്യൂംസും നല്ല ഇഷ്ടം. കുഞ്ഞു കുഞ്ഞു പെർഫ്യൂം ബോട്ടിലൊക്കെ ഞാൻ മുന്നേ കാണിക്കാറുണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന പെർഫ്യൂംസ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന സ്പെഷ്യലി വുമൻസിന് വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു കോംബോ സെറ്റാണ് കേട്ടോ. ഇതിൽ സ്റ്റെണ്ണർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സ്റ്റെണ്ണർ ഒരു സിട്രസ് ഫ്ലോറൽ അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആട്ടോ. ഒരു എവറി ഡേ വെയർ ചെയ്യാൻ പറ്റുന്ന, ചില മണങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര റിഫ്രഷ് ആയിട്ട് തോന്നില്ല. അങ്ങനെ ഭയങ്കര റിഫ്രഷിങ് തരുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ. നമുക്ക് ഡെയിലി ക്ലാസ്സിലും ഓഫീസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഭയങ്കര ഒരു കൂൾ സ്മെല്ലാണ്. അതുപോലെ ഇതിൽ വരുന്നതാണ് ഈ ഒരു ടൈംലെസ് പറഞ്ഞിട്ടുള്ള നല്ല പാക്കേജിങ് ആണ് ഇതിൻ്റെ. ബോട്ടിൽ നോക്ക്, നല്ല ഭംഗിയുണ്ടല്ലേ. നല്ലൊരു ലക്ഷറി പെർഫ്യൂമിൻ്റെ അതേ ഒരു ബോട്ടിലാണ്. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഭയങ്കര അടിപൊളിയാണ്. ഇത് ഒരു ടൈംലെസ് പറയുമ്പോഴേ ഒരു ഫ്ലോറൽ, അങ്ങനത്തെ ഒരു ക്ലാസിക് ഫ്ലോറൽ അങ്ങനത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ. ശരിക്കും പണ്ട് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പെർഫ്യൂം പോലത്തെ അതേ ഒരു വുമൻസിൻ്റെ പെർഫ്യൂം എന്ന് പറയുമ്പോൾ ഒരു കുത്തൊന്നും ചെയ്യാണ്ട് ഭയങ്കര മൈൽഡ് ആൻഡ് സ്വീറ്റ് അങ്ങനത്തെ ഒരു സ്മെല്ല് വേണ്ടേ, അതുപോലത്തെയാണ് കേട്ടോ ഇത്. ഈ ഒരു ബഡ്ജറ്റിലൊക്കെ ഇത്ര നല്ല ഫ്രാഗ്രൻസ് ഇതിൻ്റെ മുന്നേ ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഇത് ന്യൂഡിൻ്റെ മാർവല്ല ലക്ഷറി പെർഫ്യൂമാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, ഇതൊരു സ്പൈസി ആൻഡ് വുഡി അങ്ങനത്തെ ഒക്കെ സ്മെല്ല് ഉണ്ടാവില്ലേ, നല്ലൊരു അങ്ങനെ ഒരു ഭയങ്കര ഒരു നല്ല ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കും ആ ഒരു പാർട്ടി കഴിയുന്നത് വരെ. ഇത് ഭയങ്കര റൊമാൻറ്റിക് ഈവനിങ്ങിനൊക്കെ പറ്റുന്ന പെർഫ്യൂമാണ് കേട്ടോ പറയുന്നത്. ഈദൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാവരും വാങ്ങിച്ചത്. പിന്നെ ന്യൂഡിൻ്റെ ഈ ഒരു യു ഡി പെർഫ്യൂംസ് എല്ലാം അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. കാരണം ഇത് CP ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അതും ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ഇത് നിങ്ങൾ ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അഡിക്റ്റഡ് ആവും കേട്ടോ നിങ്ങൾ. ഇത് മസ്റ്റ് ഹാവ് ആവും നിങ്ങൾക്ക് എപ്പോഴും. ഇത് നമുക്ക് എന്താ പറയുക, എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. അതല്ല പാർട്ടിക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് കൂടിയുള്ള പെർഫ്യൂംസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കോംബോ ഇത്ര ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോംബോ എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ചിലർക്കൊക്കെ പെർഫ്യൂം ഒരു അലർജി ഉണ്ടാവില്ലേ, ഇത് അതുപോലെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. മാത്രമല്ല നമ്മൾ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റിംഗ് ഐഡിയ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരുപാട് പെർഫ്യൂംസായി ഞാൻ പർച്ചേസ് ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ബെസ്റ്റ് കോംബോ കൂടിയാണ്. അപ്പോൾ എന്നാലും മസ്റ്റായിട്ട് വാങ്ങിച്ചോളൂ. ഇതിനൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ.
അപ്പോൾ കം ടു നമ്മുടെ മണാലി ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഡൽഹി ടു മണാലി ആൻഡ് മണാലി ടു ഡൽഹി അതാണ് നമ്മുടെ നാടൻ ക്യാമ്പിൻ്റെ ട്രിപ്പ് ഉള്ളത് കേട്ടോ. നമ്മൾ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് അവർ പിക്ക് ചെയ്യും, മണാലിയിലേക്ക് കൊണ്ടുപോകും. ആൻഡ് മണാലിയിൽ നമ്മൾ 3 ദിവസം അവിടെയുള്ള സ്പോട്ടുകളൊക്കെ കാണിച്ചു തരും. ആൻഡ് അതിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നറൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ലഞ്ച് മാത്രമേ ഉള്ളൂ നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ പേയ്മെൻറ്റും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ചിലവൊക്കെ നാടൻ ക്യാമ്പാണ് എടുക്കുന്നത്. അതായത് 6999 ആണ് ഈ ഒരു ഡൽഹി ടു മണാലി, മണാലി ടു ഡൽഹി ട്രിപ്പിന് വേണ്ടി വരുന്ന നാടൻ ക്യാമ്പിൻ്റെ പേയ്മെൻറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പോൾ മിക്കവരും ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ പട്ടാമ്പിയല്ലേ, പട്ടാമ്പിയിൽ നിന്ന് ഡൽഹിയിലേക്ക് വേണം 2 നൈറ്റും ഒരു പകലോ അങ്ങനെ എന്തോ അത്യാവശ്യം നല്ല, ഞാൻ ഇവിടെ എഴുതി കാണിക്കട്ടെ അവേഴ്സ് അത്ര അവേഴ്സ് നമ്മൾ ട്രെയിനിലിരിക്കണം. അപ്പോൾ ഈ 2 നൈറ്റൊക്കെ ട്രെയിനിലിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഭയങ്കര ടാസ്ക്കാണ്. ഒന്ന്, ഞാൻ അങ്ങനെ എപ്പോഴും അങ്ങനെ പുറത്ത് പോയി ശീലമുള്ള ആളല്ലല്ലോ. കുറച്ച് ട്രെയിൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫ്ലൈറ്റ് ആകുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ഈസിയാണ്. ഫ്ലൈറ്റിൽ പിന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടാണ് ആൻഡ് സേഫാണ്. അപ്പം ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടോ, ട്രെയിനിലാണെങ്കിൽ ഇപ്പം എങ്ങനെ പോകും. ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നൊരു ഓപ്ഷൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലത് നല്ല ഭയങ്കര എക്സ്പെൻസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക. അപ്പം ഞാൻ ഇക്കാനടുത്തിന് ചോദിച്ചു യാത്രനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇക്ക ആദ്യമേ പറഞ്ഞു ഫ്ലൈറ്റിൽ പൊക്കോ, അതായത് ട്രെയിനിൽ പോകുന്നൊരു ഓപ്ഷൻ ഇക്ക പറഞ്ഞതേ ഇല്ല. കാരണം മൂപ്പരാണെങ്കിലും ഇങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിൽ കൂടി അങ്ങനെ യാത്ര ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഈ ട്രെയിനൊക്കെ മൂപ്പർക്കും കുറച്ച് സേഫാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉള്ള സാധനം. അപ്പോൾ ഇക്ക ഫസ്റ്റ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഫ്ലൈറ്റിലാണെങ്കിൽ നീ പൊക്കോ അങ്ങനെ പറഞ്ഞു. ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റൊക്കെ നോക്കി ആ സമയത്ത് നോക്കിയപ്പോൾ ഇപ്പം അത്ര ഓർമ്മയല്ല, ഇവിടെ എഴുതി കാണിക്കാം. ഏകദേശം ഒരു 9000 സംതിങ് ഒക്കെ ആണെന്ന് തോന്നുന്നു കൊച്ചി ടു ഡൽഹിയിലേക്ക് കാണിച്ചത്. അതും ഡയറക്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് നോക്കിയെടുത്തപ്പോൾ കൊച്ചിയിലാണ് കുറച്ചും കംഫർട്ടായിട്ടുള്ള ടൈമിങ്. കാരണം നമുക്കവിടെ 7 o'clock ഈവനിങ് എത്തണമെങ്കിൽ ഈ ഒരു ടൈമിന് അവിടെ എത്തണം. അപ്പോൾ ട്രെയിനിന് പോകുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ചിലവുണ്ടാവില്ല. പിന്നെ എനിക്കൊരു ചിലവുള്ളതെന്ന് വെച്ചാൽ ഇവിടുന്ന് കൊച്ചിയിലേക്ക് പോകുന്നത്, അതും വേണമെങ്കിൽ വാപ്പ ആരെങ്കിലും ഡ്രോപ്പ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തായാലും ഞാനിത് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി വിചാരിച്ചല്ലേ, അപ്പം എന്താ പറയുക ആ ഒരു റിസ്ക്കും കൂടി ഞാൻ എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ KSRTC ബസ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. വെറും 160 180 അത്രയും രൂപയ്ക്ക് എനിക്ക് ഇവിടുന്ന് പട്ടാമ്പിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഡയറക്റ്റായിട്ട് KSRTC ബസ് സീറ്റൊക്കെ ബുക്ക് ചെയ്തു. അവിടുന്ന് അത്തണിയിൽ ഇറങ്ങിയിട്ട് ഞാൻ ഇനി ഊബർ വിളിക്കണമെന്നൊക്കെ വിചാരിച്ചു. ഊബറിൻ്റെ ആപ്പ് തുറന്നപ്പോഴത്തേനും ടാക്സി ചേട്ടൻ വന്നു, ഓട്ടോൻ്റെ പേയ്മെൻറ്റ് മതി ഇവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ അങ്ങനത്തെ ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പം അവിടുന്ന് നമ്മളൊരു ഐ തിങ്ക് ഒരു 200 അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് അത്ര ഓർമ്മയില്ല. ഒരു 200 rupees എങ്ങോട്ടാണോ ടാക്സി ഡ്രൈവർ വാങ്ങിച്ചെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മൾ നേരെ എയർപോർട്ടിൽ കൊണ്ടുപോയി. പിന്നെ എയർപോർട്ടിൽ നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് കൊടുത്തോണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചു. പാപ്പേൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് കഴിക്കണം, കാരണം നല്ല എക്സ്പെൻസാണ്. പിന്നെ ഞാൻ പൊതുവെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ എപ്പോഴും അവിടുന്ന് കഫേയിൽ നിന്ന് കഴിക്കാറുണ്ട്, പറയാൻ നല്ല എക്സ്പെൻസാണെന്ന് അറിയാം. പക്ഷെ ഞാൻ കറക്റ്റ് ടൈമിൽ എത്തിയതുകൊണ്ട് ഇനിയിപ്പോൾ ടൈം വൈകുമോ എന്നൊക്കെയുള്ളൊരു സാധനം കൊണ്ട് ആദ്യം എന്തായാലും ബോർഡിംഗ് പാസ് കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് വേഗം ചാടിക്കയറിയതാണ് എയർപോർട്ടിൽ. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ എയർപോർട്ടിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ വെറും ഒരു സാൻഡ്വിച്ചും ഒരു കോഫിയും കുടിച്ചതിന് 800 സംതിങ് ബില്ലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതായിരുന്നു അവിടെ നിന്നുണ്ടായ എക്സ്പെൻസ്. ലാസ്റ്റ് ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് പറയാം കേട്ടോ. പിന്നെ പറയാനാണെങ്കിൽ ഒരു വലിയ എക്സ്പെൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പർച്ചേസിങ് തന്നെ. ഡ്രസ്സിന് നല്ല എക്സ്പെൻസായി, കാരണം ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല. ഇപ്പം ഞാൻ അവിടെ വന്നപ്പോൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടായിരുന്നത് തലേ ദിവസം ഡൽഹിയിൽ വന്ന് സ്റ്റേ ചെയ്ത് അവർ ഇങ്ങനെ സരോജിനി മാർക്കറ്റ് അവിടെ, പിന്നെ ഒരു ചാന്ദിനി ചോക്ക് ഉണ്ട്, അവിടെയൊക്കെ ഇതുപോലത്തെ ഡ്രസ്സ് 800 1000 പിന്നെ ബാർഗെയിൻ ചെയ്ത് അതിലേറെ പ്രൈസിന് കിട്ടും കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ തലേ ദിവസം പോയി നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അറിയില്ലായിരുന്നു അങ്ങനെ അത് അത്ര നന്നാവും എന്നൊക്കെ. പക്ഷെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ തോന്നി ഇനിയൊക്കെ അങ്ങനെ യാത്ര പോകുമ്പോൾ അതായിരിക്കും കുറേ ബെറ്റർ. പക്ഷേ ഒരു 1 time ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ. ഇനി ഞാൻ ഇതുപോലെ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഇതൊന്നും വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊരു സാധനം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാനിനി ഇതിലാക്കി വെക്കട്ടെ കേട്ടോ. ഇത് സിബ് ഇട്ട് അങ്ങോട്ട് വെച്ചാൽ ഇനി അടുത്ത യാത്രക്കാണ് എടുക്കുക. ഈ ഒരു ബ്ലാക്ക് ഇത് ഞാൻ അവിടുന്ന് ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഇട്ടിരുന്ന ഏത് ഡ്രസ്സ് ഇട്ടാലും ഇതൊന്ന് പുറത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസമായിരുന്നു. പോക്കറ്റിൽ എന്തെങ്കിലും ടിഷ്യൂ അകരം. ഇതും ഈ 2 കോട്ടും ഡ്രൈ ക്ലീനിങ് കൊടുക്കാം. അതാകുമ്പോൾ നല്ല വാഷ് ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് തിരിച്ചു കിട്ടുമല്ലോ. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നില്ലേ, ഈ ഫോട്ടോ എടുക്കാനുള്ളൊരു മെൻറ്റാലിറ്റി അത്ര വന്നില്ല. അതായത് അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇനി വ്ളോഗിൻ്റെ സീൻസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാൻ എപ്പോഴും മറക്കും. ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതിങ്ങനെ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. ഇതിനിങ്ങനെ ഒരു പാൻറ്റ്, അതുപോലെ ഒരു ഹൈനെക്ക് ആയിട്ടുള്ള ടീഷർട്ട്, പിന്നെ ഈ ഒരു ഷ്രഗ് താഴ്ത്ത ഞാൻ വരാം 1 minute.
നിങ്ങളെൻ്റെ മണാലി പോയിട്ടുള്ള വിശേഷങ്ങളൊന്നും അധികം പേരും കണ്ടിട്ടില്ല. നല്ല രസമുണ്ട് ഗൈസ്. നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കുമോ ഇതിപ്പോൾ ട്രിപ്പ് പോയ വീഡിയോ അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ആ ട്രിപ്പിൽ പോയവരാരൊക്കെയായിരുന്നു, അതിലത്തെ രസങ്ങളുള്ള കുറേ രസകരമായിട്ടുള്ള വീഡിയോസും ഒക്കെ ഉണ്ട്. ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുക്കട്ടെ, അപ്പം നിങ്ങൾ കണ്ടു നോക്കും ഞാൻ മണാലി പോയ വിശേഷങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ. പിന്നെന്താ ഇങ്ങനെ ഒരു വുളൻ്റെ ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ഇതാ ഈ വുളൻ്റെ ഒരു ടീഷർട്ട്, ഇതൊക്കെ പ്രൈസ് സൈഡിൽ എഴുതി കാണിക്കുക. ഈ വുളൻ്റെ ടീഷർട്ട് മെയിനായിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ സ്നോയിൽ കളിക്കുമ്പോൾ ഞാനിട്ട് ഈ റെഡ് ഇതൊക്കെ സൈഡിൽ എഴുതി കാണിക്കും. ഇതിൻ്റെയൊക്കെ പേയ്മെൻറ്റും താഴത്ത് എഴുതി കാണിക്കാം കേട്ടോ. പിന്നെ ഇതാ ഹെഡ് ക്യാപ്പ്, ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോയ ക്യാപ്പാണ്. ഇതിൻ്റെ പ്രൈസൊക്കെ സൈഡിൽ എഴുതി കാണിക്കാം. ആൻഡ് ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളതായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത് 200 rupees എങ്ങാണ്ടായിരുന്നു ഈ മഫ്ലർ, ഇങ്ങനെ മുഖത്ത് വെക്കുന്നതും ക്യാപ്പും. ഇത് ഞാൻ ഓടി പോകുമ്പോൾ, കാരണം എന്താ പറയുക, എൻ്റെ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നില്ലേ, ക്യാപ്പ് ആണ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ബസ്സിൽ സീറ്റിൻ്റെ അടിക്ക് പോയി. അവിടെ എല്ലാവരും കൂടി ഇറങ്ങിയ സമയത്ത് ഈ ക്യാപ്പ് എത്ര നോക്കിയിട്ടും കാണാമല്ലോ. എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അത് ഞാൻ ഈ റെഡ് ഡ്രസ്സിലേക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനിങ്ങനെ ഓടി പോകുമ്പോൾ വഴിയിലൊരു ചേച്ചി, അവിടെ പിന്നെ ഇഷ്ടം പോലെ എല്ലാവരും ഇത് വിൽക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഈ ക്യാപ്പാണ് ഫസ്റ്റ് എനിക്ക് കിട്ടി. അപ്പോൾ ഞാനിത് വേഗം മാച്ചാണല്ലോ വിചാരിച്ച് വാങ്ങിച്ചു. അപ്പോൾ അതും റെഡ് ഇതും റെഡ്. അപ്പോൾ എനിക്കൊരു രസവും കിട്ടിയില്ല. അതായത് നമ്മളെ വണ്ടി ആ ഒരു ടോപ്പിലേക്ക് ഭയങ്കര ബ്ലോക്കായി പോയി. അപ്പം ഞാൻ ഇറങ്ങിയിട്ട് നമ്മളെ സ്നോയിലേക്ക് നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ നടക്കുക. ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ നടക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ഞാൻ ഇത് കണ്ടത്. അപ്പോൾ ഇതിങ്ങനെ മൾട്ടി കളർ കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടം തോന്നി. അത് ആ റെഡിൽ കുറച്ചും കൂടി സ്യൂട്ടാവും എന്നൊക്കെ തോന്നി. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് രസമുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണാൻ. അങ്ങനെ ഇതൊരു 200 rupees ആൻഡ് ഇതിലൊരു 200 rupees ആ റേഞ്ചിൽ വാങ്ങിച്ചാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നായിരുന്നു. ഇത് പിന്നെ ഞാൻ എൻ്റെ ഒരു ചുരിദാർ ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യൻ ലുക്ക് ക്രിയേറ്റ് ചെയ്താലോ എന്ന് ആലോചിച്ച് കൊണ്ടുപോയതാണ്. അതൊക്കെ മുന്നേ വാങ്ങിച്ചതാണ്. ഇതൊന്നും ഈ എക്സ്പെൻസിൽ കൂട്ടാൻ പറ്റില്ല. ഇത് നല്ല രസമുണ്ട്. ഇത് ശരിക്കും ഒരു ബീച്ചിലേക്കൊക്കെ പോകുമ്പോഴെൻ്റെ അങ്ങനത്തെ ഈ ഓയിസ്റ്ററും ഈ ഒരു സ്റ്റാർ ഫിഷൊക്കെ ഉള്ള ഇങ്ങനത്തെ ഒരു ടൈപ്പ് പോലെ കേട്ടോ. പക്ഷെ രസമുണ്ടായിരുന്നു. ആ റെഡിലേക്ക് ഇങ്ങനെ കോമ്പിനേഷൻ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ബന്ധാന എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബന്ധാനയാണ്. ഈ ബന്ധാന ഐ തിങ്ക് ഞാൻ പുതിയത് വാങ്ങിച്ചതാണ്. പക്ഷെ ബന്ധാന ഒന്നും കെട്ടാനുള്ള സമയം കിട്ടിയില്ല. ഇതിലുള്ള ബാക്കിയുള്ള 2 ബന്ധാന ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നായിരുന്നു കേട്ടോ. പിന്നെ ഈ ക്യാപ്പും ഞാൻ അവിടെ പോയിട്ട് വാങ്ങിച്ചതാണ്. അതായത് കുറച്ച് മറ്റെന്താ പറയുക, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇതുപോലത്തെ ക്യാപ്പുകൾ, അങ്ങനത്തെ സോറി ഗ്ലൗസ് കേട്ടോ. ഈ ഗ്ലൗസ് ഞാൻ അവിടെ പോയിട്ട് വാങ്ങിച്ചു. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഗ്ലൗസ് ഇതുപോലെ നനയുന്ന ക്ലോത്തിൻ്റെ ഗ്ലൗസാണ്. തണുപ്പത്ത് നല്ല സുഖമായിരുന്നു, ഇട്ടപ്പോൾ ചൂടായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഇനി ഈ ഒരു നമ്മുടെ സിബ്ലോക്ക് കവറിൽ ഇട്ട് വെക്കട്ടെ. ഇനി നോമ്പായില്ലേ, ഫുള്ള് നോമ്പിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. നല്ല ഈദ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ വ്ളോഗൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് അവളുടെ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മൾ വാങ്ങിച്ച പെട്ടിയായിരുന്നു അവൾക്ക്. അവർ ഇതിൽ ഹണിമൂൺ മൊറീഷ്യസിൽ പോയി ഫ്ലൈറ്റിൽ, ഞാനിതിൽ മണാലി പോയി. അങ്ങനെ 2 തവണ ഫ്ലൈറ്റിൽ കയറി ഇറങ്ങിയ പെട്ടിയാണ്. നല്ല ബർക്കത്തുള്ള പെട്ടി, അവളടുത്ത് കളയാതെ വെക്കാൻ പറയണം. ഇത് നമുക്ക് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ മണാലി ട്രിപ്പിനെ പറ്റി ഞാൻ എൻ്റെ മണാലി വ്ളോഗ്സിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എത്രമാത്രം രസകരം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിൽ ആപ്റ്റായിട്ടുള്ളത് എത്രമാത്രം കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളതാണ്. യാത്രകൾ പോകുന്നത് എപ്പോഴും നല്ല രസകരമായിരിക്കും. പക്ഷെ അത് കംഫർട്ടബിൾ ആവോ ഇല്ല എന്നുള്ളതാണല്ലോ എപ്പോഴും നമ്മൾ ലേഡീസ് ആയതുകൊണ്ട് നമ്മളുടെ ഒരു കൺസേൺ എപ്പോഴും അതായിരിക്കും. ഒരു 90% കേട്ടോ, ബാക്കി 10% നമ്മളെ കയ്യിലല്ല. അങ്ങനെ എന്തെങ്കിലും അപകടം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും അപകടങ്ങൾ വരും. അതായത് നമുക്ക് മറ്റുള്ളവരുടെ നിന്ന് അബ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഈവൻ നമ്മളൊരു ബസ്സിൽ പോകുമ്പോൾ പോലും സംഭവിക്കും. അപ്പം അത് നമ്മളുടെ കയ്യിലല്ല. പക്ഷെ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ ടൈമിംഗ് ഒക്കെ നോക്കിയിട്ട്, അപ്പം ഞാൻ ഇവിടുന്ന് രാവിലെ ഏർലി മോർണിംഗ് ആണ് ബസ്സിൽ പോയത്. അതുപോലെ അവിടുന്ന് ഇന്ന സമയത്താണ് ഫ്ലൈറ്റ്. അപ്പം ഡൽഹിയിൽ ഞാൻ ഇന്ന സമയത്താണ് ഇറങ്ങുക. അതൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഊബർ എപ്പോഴും ഒരു ഓതറൈസ്ഡ് ആണ്. അപ്പം നമുക്കൊരു ടാക്സി വിളിക്കുന്നതിനേക്കാളും ഞാൻ അവിടുന്ന് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഞാൻ ഊബർ വഴിയാണ്, ഈ ഒരു ബസ് സ്റ്റേഷനിലാണ് നമ്മൾ പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ വരിക. അവിടെയൊക്കെ ഞാൻ ഊബറിലാണ് പോയത്. ഇന്ത്യ ഗേറ്റ് കാണാൻ ഞാൻ ഊബറിലാണ് പോയത്. പിന്നെ എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ അതുകൂടി ഉണ്ട് കേട്ടോ. നമ്മളെ ഊബറിൻ്റെ എക്സ്പെൻസ് അവിടുന്ന്. പിന്നെ നമ്മളൊരു നെക്സ്റ്റ് ഡേ ലഞ്ചൊക്കെ കഴിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ ന്യൂഡിൽസ്, അതുപോലെ ഇങ്ങനെ കോഫി ഉണ്ടാവും അവിടെ എപ്പോഴും. ഇങ്ങനെ ആളുകൾ കോഫി കൊണ്ടുണ്ടാവും. ആ കോഫി വാങ്ങിച്ച് കുടിക്കുക, അങ്ങനെയൊക്കെ പുറത്ത് പോയാൽ കഴിക്കുകയുള്ളൂ. ഞാൻ പ്രത്യേകിച്ചും കേരളം വിട്ടാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് സ്ട്രീറ്റ് ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം വളർന്നിട്ടില്ല. അത് കുറേ തവണ പോകുമ്പോഴാണ് അങ്ങനെ സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പം അത് കയ്യിലൊക്കെ എനിക്ക് എക്സ്പെൻസ് അതുകൊണ്ട് ഒട്ടും ഇല്ല. കാരണം ഞാനൊന്നും അങ്ങനെ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടില്ല.
ഫ്രണ്ട്സൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വെച്ചിട്ട് കഴിക്കാം. ഞാനെപ്പോഴും സ്നോയിലൊക്കെ പോയിരുന്ന സമയത്ത് മാഗിയൊക്കെ ഞാൻ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്തു. എന്നുവെച്ചാൽ ഞാൻ അത്ര ഇങ്ങനെ ആരെന്നേലൊക്കെ കുറച്ചെടുത്ത് ഇങ്ങനെ കഴിക്കും, അങ്ങനെയുള്ളൂ. വേണമെങ്കിൽ ഒരു അറൗണ്ട് 1000 കൂട്ടാം, അത്രയൊക്കെ എനിക്ക് ലഞ്ചിനൊക്കെ വേണ്ടി ചിലവായിട്ടുള്ളൂ. പിന്നെ അതുപോലെയാണ് പാരാഗ്ലൈഡിങ് ചെയ്തത്, റിവർ റാഫ്റ്റിംഗ്, അതൊക്കെ നമ്മൾ ആക്ടിവിറ്റീസ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ക്യാമറ, അത് നമുക്ക് അവരവിടെ പോകുമ്പോൾ ക്യാമറ ഒരുപാട് പേര് ഫോട്ടോസ് എടുത്തു തരാനുണ്ടാവും. ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൽ പോയപ്പോൾ ഒരു ഫോട്ടോക്ക് 100 രൂപയ്ക്ക് കേട്ടോ, 70 രൂപ അങ്ങനെയൊക്കെ, വീഡിയോസിന് 100 രൂപ അങ്ങനെയൊക്കെ മേടിക്കാം. പിന്നെ ഞാൻ ഷോപ്പിംഗ് ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ കറക്റ്റ് ലഗേജ് ആയിട്ടാണ് പോയത്, ആ കറക്റ്റ് ലഗേജ് ആയിട്ട് തിരിച്ചു വന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സംഗതി ഭയങ്കര കളറായിരുന്നു, ഭയങ്കര സക്സസ് ആയിരുന്നു. ഇനിയും ഒരുപാട് ട്രിപ്പ് പോകണം എന്ന് പറയുമ്പോൾ എല്ലാ ട്രിപ്പും ഇതുപോലെ സക്സസ് ആയിക്കൊള്ളണം എന്നില്ല. ചിലത് നമുക്ക് ഉദ്ദേശിച്ച പോലെ നടക്കാത്ത ദിവസങ്ങൾ, ചില ദിവസം ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊന്നും നമ്മളുടെ കയ്യിലല്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു ജലദോഷം പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വന്നപ്പോഴും ഞാൻ ഭയങ്കര ഹെൽത്തി ആയിരുന്നു. നമുക്കിങ്ങനെ നല്ല നല്ല യാത്രകൾ പോകാനേ, ഇന്റർനാഷണൽ ട്രിപ്പ് പോകണമെന്നൊന്നുമില്ല, അതായത് വിസയോ പാസ്പോർട്ടോ ഒന്നുമില്ലാണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ മൊത്തം ടോട്ടൽ എത്ര ചിലവായി എന്നുള്ളത് ലാസ്റ്റ് ഞാനൊരു ബ്ലാക്ക് സ്ക്രീനിൽ എഴുതി കാണിച്ച് കൂട്ടിയിടാം. ഇത്രയാണ് എനിക്ക് എക്സ്പെൻസ് ആയതെന്നുള്ളത്. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ. നല്ല റമദാൻ വ്ലോഗുമായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.